നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂൺ മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടവക്കൂറാണ്. അപ്പോൾ രണ്ടാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ദൈവാധീനമുണ്ട്. അതുപോലെ തന്നെ ശുഭമധ്യസ്ഥിതിയാണ്. 12ാം ഭാവത്തിൽ ശുക്രനും രണ്ടാം ഭാവത്തിൽ വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ മാസത്തിൽ നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ലഗ്നാധിപതി ലഗ്നാൽ 12ൽ നിൽക്കുന്നത് കാരണം ഒരു സ്ഥാനചലനത്തിന് യോഗമുണ്ട്. അപ്പോൾ അത് സർവാഭിഷ്ടസ്ഥാനത്ത് കർമാധിപതി മീനൻ രാശിയിൽ ജലചര ധനഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കടൽ കടന്ന് വിദേശത്ത് പോകാനോ വീട് വിട്ടുനിന്ന് തൊഴിലെടുക്കാനോ യോഗമുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ചും ലഗ്നാധിപതി 12ലായത് കാരണം ഒരു മാറ്റം തൊഴിലിൻ്റെ കാര്യത്തിലോ സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. വീട് വിട്ട് നിൽക്കാൻ ഇടവരുന്ന ഒരു മാസമാണ്. കാരണം 4ാം ഭാവത്തിൽ ചൊവ്വയും ഘടകാരകനും കൂടി നിൽക്കുന്നത് കാരണം കൊണ്ട് വീട്ടിൽ നിൽക്കുമ്പം ദേഷ്യം, എടുത്തിയേട്ടം, കലഹ സ്വഭാവം, അതിർത്തി സംബന്ധമായിട്ടോ ഭൂമി സംബന്ധമായിട്ടുള്ള കലഹങ്ങൾ, മാനസിക ടെൻഷൻ, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് യോഗമുള്ള ഒരു സമയമാണ്. വീട് വിട്ട് നിൽക്കാൻ ഇടവരാൻ യോഗമുള്ള സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ടൊരു മാറ്റത്തിലൂടെ നല്ല രീതിയിലുള്ള അഭിവൃദ്ധി, ഉയർച്ചയൊക്കെ ഉണ്ടാകാനായിട്ട് രോഹിണി നക്ഷത്രക്കാർക്ക് സാധിക്കും. കാരണം 2ാം ഭാവത്തിൽ ധനകാരകനായിരിക്കുന്ന വ്യാഴമാണ് നിൽക്കുന്നത്. അപ്പോൾ ആ 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം സാമ്പത്തികമായി നല്ല നേട്ടത്തെ കൊടുക്കും. അതേപോലെ തന്നെ ശുഭമധ്യസ്ഥിതി ഉള്ളത് കാരണം ഒരു കാര്യത്തിലും വലിയ തടസ്സങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ആണെങ്കിലും കുടുംബ സംബന്ധമായിട്ട് നല്ലൊരു സുഖം അനുഭവിക്കാനുള്ളൊരു യോഗമില്ല. ഒരു കാര്യവുമില്ലാതെ വീട് വിട്ട് നിൽക്കാനിടവരെയും വീട്ടിൽ കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ യോഗമുണ്ട്. അത് കാരണം നന്നായിട്ട് ശ്രദ്ധിച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്യണം. കാരണം കർമ്മസ്ഥാനത്ത് രാഹുവാണ്. അപ്പോൾ രാഹു 10ാം ഭാവത്തിൽ നിന്നാൽ തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ വരാനുള്ളൊരു സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല. അതേപോലെ തന്നെ 4ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു അത്ര ഗുണം ചെയ്യില്ല. പക്ഷേ എങ്കിൽ പോലും ഈ മാസം ഏറ്റവും ടോപ്പായിട്ട് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാനും നല്ല സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനും യോഗമുള്ളൊരു മാസം കൂടിയായിട്ട് വേണം കണക്കാക്കാൻ. കാരണം പൂർവ്വ പുണ്യസ്ഥാനാധിപതി 5ാം ഭാവാധിപതി 2ാം ഭാവത്തിൽ യോഗകാരകനായിട്ട് വ്യാഴത്തോട് യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതായത് വളരെ കാലമായിട്ട് മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കുന്ന ഒരു മാസം കൂടിയാണ്. ഭാഗ്യാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുകയും 2ാം ഭാവത്തിൽ ധനകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുകയും അത് ബുധനോട് യോഗം ചെയ്തിട്ടും നിപുണായോഗം ചെയ്ത് നിൽക്കുന്ന ബുധനാകുകയും ചെയ്യുമ്പോഴൊക്കെ അപ്രതീക്ഷിതമായിരിക്കുന്ന ധനലാഭത്തിന് യോഗമുണ്ട്. അതായത് കുറച്ച് പൈസയൊക്കെ കുറേ കിട്ടാക്കടമായിട്ടൊക്കെ കിടന്നിരുന്നെങ്കിൽ അങ്ങനെ പൈസ കിട്ടാനൊക്കെ ഉണ്ട്, അത് കിട്ടുക. അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുക. ഇങ്ങനെ പല രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല രീതിയിൽ പരീക്ഷയിലൊക്കെ വിജയിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടുക പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. എല്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ നിൽക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാൻ യോഗമുള്ള സമയമാണ്. പ്രത്യേകിച്ചും രോഹിണി നക്ഷത്രം ഉച്ചബലവാനായിട്ടാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അത് ശുഭൻ 12ലെ ശുഭനും ലഗ്നാൽ 2ലെ ശുഭനും കൂടി യോഗം ചെയ്ത് നിൽക്കുകയും കൂടി ചെയ്യുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് പഠനത്തിൻ്റെ കാര്യത്തിൽ കൊള്ളാം, തൊഴിലിൻ്റെ കാര്യത്തിൽ കൊള്ളാം, മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനും മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനും യോഗമാണ്. അകപ്പാട് ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു ദോഷമാണ് ഈ സമയത്ത് ഈ മാസത്തിൽ കാണുന്നത്. കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വീട് വിട്ടു നിൽക്കുന്നതിനുള്ള കൊണ്ടുള്ള മാനസിക ടെൻഷൻ, ജോലിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആകാം. എന്തായാലും ദേവീക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.